സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ, എന്താണ് ഓറിയൻറ്റഡ് എൻ സിംപ്ലക്സ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു സിംപ്ലക്സ് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഇതൊരു 2 സിംപ്ലക്സ് ആണല്ലേ, ഇതിലെ വേർട്ടീസസിന് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ ഓറിയൻറ്റഡ് എൻ സിംപ്ലക്സ് എന്ന് പറയുക. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെയെന്ന് പറഞ്ഞാൽ A0 A1ലേക്കാണ്, A1 A2ലേക്കാണ്, A2 A0ലേക്കാണ്. ഇനി ഇത് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ഉണ്ട്, നെഗറ്റീവ്ലി ഓറിയൻറ്റഡ് ഉണ്ട്. പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാം, A0 A1 A2. ഇപ്പോൾ നോക്കിയേ, ഇത് കറക്റ്റ് അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ പോവാം, A0 A1ലേക്ക്, A1 A2ലേക്ക്, A2 A0ലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവ്ലി ഓറിയൻറ്റഡാണ്. ഇനി നെഗറ്റീവ്ലി ഓറിയൻറ്റഡാന്ന് എപ്പോഴാണ് പറയാറിയോ, ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ A2 A1 A0 എന്ന് കൊടുത്തു. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ കൊടുത്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റായി വരുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് നെഗറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ ഓറിയൻറ്റഡ് എൻ സിംപ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, നമ്മൾ എൻ സിംപ്ലക്സുകളിലെ വേർട്ടീസസിന് എന്ത് കൊടുക്കുക, ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുക. ഇനി ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് ഹ്യൂമൻ പെർമ്യൂട്ടേഷനെ നമ്മൾ എന്ത് വിളിക്കും, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് എന്ന് വിളിക്കും. അതേപോലെ ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് ഓഡ് പെർമ്യൂട്ടേഷനെ നമ്മൾ നെഗറ്റീവ്ലി ഓറിയൻറ്റഡ് എന്ന് വിളിക്കും. അതേപോലെ നമ്മുടെ A0 A1 എക്സെട്ര AP എന്ന് പറയുന്ന വേർട്ടക്സുകളെ നമ്മളൊരു കോംപ്ലക്സ് സ്കെയിൽ വിത്ത് P സിംപ്ലക്സ് വേർട്ടീസസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്താം, പോസിറ്റീവ്ലി ഓറിയൻറ്റഡിനെ നമുക്ക് പ്ലസ് A0 A1 എക്സെട്ര AP എന്ന് എഴുതാം. നെഗറ്റീവ്ലി ഓറിയൻറ്റഡ് എങ്കിൽ മൈനസ് A0 A2 എക്സെട്ര AP എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ആ പറഞ്ഞ സംഭവം.